ഹലോ, ഇന്ന് നമ്മുടെ ഹോം ഓഫീസ് മെയിൻ്റനൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം പേഴ്സണൽ ലൈഫിലാണേലും പ്രൊഫഷണൽ ലൈഫിലാണേലും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനും ജീവിക്കാനും അല്ലാതെ വളരെയധികം നല്ലതാണ്. അപ്പം ഇന്ന് നമ്മുടെ ഹോം ഓഫീസ് വളരെയധികം ഗ്രീനറി ആയിട്ട് ആസ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്ലാന്റ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ. അത് ഇൻഡോർ ആണേലും ഔട്ട്ഡോർ ആണേലും. അപ്പം ഇതിൻ്റെ ഷെയ്ഡിൽ നിൽക്കേണ്ടതുണ്ട്, സെമി ഷെയ്ഡിൽ നിൽക്കേണ്ടതുണ്ട്, നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കേണ്ട പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അതെല്ലാം സയൻറ്റിഫിക്കലി കൂടെ നമ്മൾ കുറേ നോക്കി അത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ വളരെയധികം ഈസിയുമായിരിക്കും, ഭംഗിയുമായിരിക്കും കാണാനായിട്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഹോം ഓഫീസിൻ്റെ ഗ്രീനറിയെ പറ്റി, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ്. ഹായ്, ഹലോ, ഞാൻ അജയ്, ഇൻറ്റീരിയർ ഡിസൈനറാണ്. സോ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹോം ഓഫീസിൽ കുറച്ചധികം ഗ്രീനറീസ് ആഡ് ചെയ്ത് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, അത് ഞങ്ങളുടെ ഹോം ഓഫീസും കൂടി ആയതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ പ്രൊഫഷണൽ ലൈഫിലും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തവരാണ്. നമ്മൾ ലിമിറ്റഡ് സ്പേസ് ആണ് ഉള്ളത്, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഫെൻസ് വെച്ച് തിരിക്കുകയാണ് ചെയ്തത്. ഇവനുള്ളത് കാരണം നമ്മൾ ലോണെല്ലാം ഇതിന് മുന്നേ ചെയ്തപ്പോഴത്തേനും ഇത് കയറി വൃത്തിയിടാക്കുകയും ഒക്കെ ചെയ്യുന്ന കാരണം ഒരു ഫെൻസ് വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ലിമിറ്റഡ് സ്പേസിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. യൂജിൻ്റെ ഒരു ചെടിയാണ് ഇത്, റൗണ്ടാക്കി നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മേളിൽ റെഡ് ലീവ്സ് ആയിട്ട് വന്ന് നിൽക്കും വെയിലുള്ള പോർഷനിൽ. സോ അത് ഇന്ന് ചെയ്തിട്ടേ ഉള്ളൂ. റൗണ്ടായി എടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഗ്രാസ് മെക്സിക്കൻ ഗ്രാസ് ആണ് വെക്കുന്നത്. ഇത് ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് നല്ല ഗ്രീനറി ആയിട്ട് വരും. നമ്മുടെ ഭിത്തിക്ക് ഇവിടെ ഹൈറ്റ് കുറവാണ്, അപ്പോൾ നമ്മളത് പൊക്കി കെട്ടി അടച്ചെടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധ ബാമ്പു വെച്ചിട്ടൊരു ഫെൻസിങ് ചെയ്തിട്ട് ഇതിനെ ഇനി നല്ല ഹൈറ്റിലോട്ട് വരും. ഈ വീടിൻ്റെ അത്രയും ഹൈറ്റിൽ തന്നെ ഇത് വരും. അപ്പോൾ അത് അത്രയും പോർഷൻ നമുക്ക് അത്യാവശ്യം നല്ല ഏറിയ ആയിട്ടും എന്നാൽ അത്യാവശ്യം വേണ്ട ഒരു പ്രൈവസി കിട്ടത്തക്ക രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇവിടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ബോർഡർ കൊടുത്ത് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളൊരു കോയി പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോയി പോണ്ടിലോട്ട് ഉള്ള നല്ലൊരു വ്യൂവും അതിൻ്റെ ബാക്കിൽ കലാത്തിയ വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് കലാത്തിയ കൊടുത്തിട്ട് നമ്മളൊരു ഫെൻസിങ് പോലെ, അപ്പോൾ ഈ ഫുൾ ഏരിയ നമുക്ക് ഫെൻസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് മണി പ്ലാന്റും ബഫലോ ഗ്രാസും എല്ലാം ചെയ്തേക്കാണ്. ഇവിടെയും നമ്മളിപ്പോൾ ബാമ്പു ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ ഫെൻസിങ് ആയിട്ട് പൊങ്ങി വരും. അപ്പോൾ ഈ ഫുൾ പോർഷൻ നമുക്ക് ബാമ്പുയുടെ ഫെൻസിങ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് ചെറിയൊരു ഗപ്പി പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗപ്പികളുണ്ട്. ഒരു പീസ് ലില്ലിൻ്റെ ഒരു ബോർഡർ ചെയ്ത്, ഇതൊക്കെ ഇവിടെ നമുക്ക് അധികം വെട്ടം കിട്ടാത്ത ഏരിയയാണ്. അപ്പം സെമി ഷെയ്ഡിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം. ഈ ഗപ്പി പോണ്ടിന് ചുറ്റും പീസ് ലില്ലിയുടെ ഒരു ബോർഡറിങ്ങും അതുപോലെ അംബ്രല്ല പാമ ഇവിടെ ഫുള്ള് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒക്കെ ആദ്യം നമ്മൾ ഗ്രാസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വെയിൽ കിട്ടാത്തത് കൊണ്ടൊക്കെ പെട്ടെന്ന് ചീത്തയെ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എപ്പോഴും ലോണും ഇതുമെല്ലാം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ആയതുകൊണ്ട് സെമി ഷെയ്ഡിൽ നിൽക്കുകയും നല്ല ഗ്രീനറി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഓഫീസിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ. അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ ഇവിടെ ഒരു അപ്പുറത്തെ വീടിൻ്റെ മതിലിൻ്റെ ഒരു പോർഷനാണ്, അത് ഐ വി പ്ലാന്റ്സ് വെച്ചിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ ഫുൾ ഐ വി പ്ലാന്റ്സ് വെച്ച് കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വ്യൂ വരാതിരിക്കാനായിട്ട് ഇവിടെ ഒരു കലാത്തിയുടെ ബോർഡറും പിന്നെ മോൺസ്ട്രോസ് എന്ന് പറയുന്ന പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിനി പിഗൊക്കെയാണ്. നമ്മളൊരു എക്കോ ഫ്രണ്ട്ലിയിലാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മേളിലായിരുന്നാലും അക്വേറിയം എല്ലാം ചെയ്തിട്ടുണ്ട്. മാക്സിമം നേച്ചർ ഇൻറ്റീരിയേഴ്സിലോട്ട് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഡിസൈനിങ് കോൺസെപ്റ്റ്. സോ അതിന് വെയിലൊക്കെ കിട്ടാതെ മാക്സിമം തണലിൽ കിട്ടാനായിട്ട് അവിടെ ഒരു ചൈന ഡോളിൻ്റെ പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ താഴെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പഴയ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദ കൈൻഡ് ഓഫ് എഫർട്ട് വി ഹാവ് ടേക്കൺ ടു ഇത്രയും ചെയ്യാനായിട്ട്.
സന്ധ്യ